ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ക്രിസ്മസ് പ്രിപ്പയർ വ്ളോഗാണ്. അപ്പോൾ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് SM പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് ഹോം മെയ്ഡ് ക്രിസ്മസ് ഗിഫ്റ്റാണ്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഇതേപോലെ ഗിഫ്റ്റൊക്കെ കൈമാറിയിരുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ ഫ്രണ്ടിനാണെങ്കിലും ക്രിസ്മസ് ഫ്രണ്ടിനാണെങ്കിലൊക്കെ സെലക്ട് ചെയ്തത് കമ്പാരിറ്റീവ്ലി പണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കൂടുതലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നോർമൽ A4 ഷീറ്റിൽ കളർ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ്. അപ്പം ഗിഫ്റ്റിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പം അതിൽ ഇതേപോലെ ഒരു സാന്റാക്ലോസിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലായിട്ടും ഇതേപോലെ റെഡ് മാർക്കർ കൊണ്ട് ടാപ്പിൻ്റെ മോഡലിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു സ്റ്റാറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ 2 സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കോഡ്സും കൂടെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അതേപോലെ തന്നെ ഒരു സൈഡിൽ സ്ക്വയർ ഷേപ്പിലായിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട്. അതിൽ ക്രിസ്മസ് ഡേൻ്റെ അന്ന് എടുക്കുന്ന പിക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മേലെ ക്രിസ്തുമസ് 2025 എന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ആക്കുമ്പോൾ കാർഡ് സെറ്റായി. ഇനി അതിൽ ഒരു ലെറ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലെറ്ററിൻ്റെ കവറാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഇതേപോലെയൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റർ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കറാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു ലെറ്ററിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് വശത്ത് സ്റ്റാമ്പിൻ്റെ ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു പെർഫ്യൂം ഒരു ബോക്സിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു ബോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നോർമൽ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം കിട്ടിയ ഒരു കവറായിരുന്നു. അതിലും വൈറ്റ്നർ കൊണ്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു കാർഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് ഒരു സ്റ്റാമ്പും പിന്നെ കുറച്ച് കോഡ്സും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡായി ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ആഡ് ചെയ്യുന്നത് ഗിഫ്റ്റാണ്. അപ്പോൾ അതിൽ ഇതേപോലെ ഹാർട്ട് ഷേപ്പും കൂടി ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്മോൾ സാന്റ ബോൾസ്, പിന്നെ ഗിഫ്റ്റ് ചോക്ലേറ്റ് അതും കൂടെ വെച്ചിട്ട് കവർ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ റിബൺ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു വിഷ് കാർഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണേക്കാളും ഒന്ന് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നൈറ്റൊക്കെ ആയപ്പം ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ വീട്ടിൽ ഓൾറെഡി ഒരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഫ്ലേവറുള്ള. അപ്പോൾ അതിൻ്റെ മേലെ മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെയാണ് ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് എന്തെങ്കിലും സീരീസ് കണ്ടിട്ട് തിന്നാന്ന് വെച്ചു. കപ്പ് കേക്കിൻ്റെ മേലെ ഇങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചപ്പം അത് മാച്ച് ആവില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടാൻ മതിയാവും. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് പ്രിപ്പയർ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.